पढ़ दो वैक्कम लोग बाबू। यह शहर के विकास और मजदूरों के जीवन के बीच की कौन सी സ്ഥിതി दिखाई देती है? ഇവിടെ നഗരത്തിലെ വികസനവും തൊഴിലാളികളുടെ ജീവിതത്തിനുമിടയിലുള്ള ഏതവസ്ഥയാണ് കാണപ്പെടുന്നത്? हर दिन शहर का रूप बदल रहा है, शहरों का विकास हो रहा है, इस विकास के पीछे हजारों मजदूरों के मेहनत है, वे पसीना बहाकर काम करते हैं, लेकिन इन मजदूरों को ठहरने के लिए कोई सुविधा नहीं, कहीं अपना डेरा बनाता है, इन मजदूरों की जिंदगी में कोई परिवर्तन नहीं. അനുദിനം നഗരങ്ങളുടെ രൂപം മാറിക്കൊണ്ടിരിക്കുന്നു. നഗരം വികസിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ വികസനത്തിന് പിന്നിൽ തൊഴിലാളികളുടെ അധ്വാനമുണ്ട്. അവർ വിയർപ്പൊഴുക്കി ജോലി ചെയ്യുന്നു. എന്നാൽ തൊഴിലാളികൾക്ക് താമസിക്കാനായി യാതൊരുവിധ സൗകര്യങ്ങളുമില്ല. എവിടെയെങ്കിലും അവർ തങ്ങളുടെ കൂടാരം അടിക്കുന്നു. ഈ തൊഴിലാളികളുടെ ജീവിതത്തിൽ യാതൊരുവിധ മാറ്റവുമില്ല. यहाँ केशव के व्यक्तित्व की क्या क्या विशेषताएं उभर आती है? ഇവിടെ കേശവന്റെ വ്യക്തിത്വത്തിൽ എന്തെല്ലാം സവിശേഷതകളാണ് കാണുന്നത്? केशव 8 साल का लड़का है, वह शहर के अपने डेरे में कुछ दिनों तक अकेला रहने के लिए मजबूर हो गया था. वह अपने डेरे से बाहर निकालना चाहा, वह आज़ादी चाहता था. छोटे बच्चे ऐसे अकेला घर में बंद कर बैठ नहीं सकते. वह कोई मित्र ढूंढ रहा था, खेलना चाहता था. बाहर निकलकर उसने लड़कों को क्रिकेट खेलते हुए देखा. केशव भी खेलना चाहा था, लेकिन सब लड़के अपरिचित थे, इसलिए वह दूर एक नीम के पेड़ के नीचे छाया में बैठ गया था. കേശവ് 8 വയസ്സുള്ളൊരു കുട്ടിയാണ്. അവൻ നഗരത്തിൽ തൻ്റെ താവളത്തിൽ കുറച്ചു ദിനമായി തനിച്ചിരിക്കാൻ നിർബന്ധിതനായി. അവൻ തൻ്റെ കൂടാരത്തിൽ നിന്ന് പുറത്തിറങ്ങാൻ ആഗ്രഹിച്ചു. അവൻ സ്വാതന്ത്ര്യം ആഗ്രഹിച്ചിരുന്നു. കൊച്ചുകുട്ടികൾ മുറിക്കകത്തടച്ച് പൂട്ടിയിരിക്കാൻ ആഗ്രഹിക്കില്ല. വൻ കൂട്ടുകാരെ അന്വേഷിക്കുകയായിരുന്നു. കളിക്കാനായി കുട്ടികൾ ക്രിക്കറ്റ് കളിക്കുന്നത് അവൻ കണ്ടു. കേശവും കളിക്കാൻ ആഗ്രഹിച്ചിരുന്നു. എന്നാൽ എല്ലാവരും അപരിചിതരായിരുന്നു. അതുകൊണ്ട് തന്നെ അവൻ ദൂരെ വേപ്പ് മരച്ചുവട്ടിൻ്റെ തണലിൽ ഇരുന്നു. गुल्लू को खेलने न भेजने के घर वालों के इरादे पर आपका विचार क्या है? गुल्लुവിനെ കളിക്കാൻ വിടാതിരിക്കാനുള്ള വീട്ടുകാരുടെ താല്പര്യത്തെക്കുറിച്ച് താങ്കളുടെ അഭിപ്രായം എന്ത്? बच्चे अपने मित्रों के साथ खेलना और मस्ती करना बहुत पसंद करता है, इससे उन्हें बड़ा आनंद मिलता है. इसे रोकना ठीक नहीं है, ऐसा रोकने पर उन्हें बड़ा दुख भी होता है. കുട്ടികൾ തങ്ങളുടെ കൂട്ടുകാരോടൊപ്പം കളിക്കാനും രസിക്കാനും വളരെ താല്പര്യപ്പെടുന്നു. ഇതിലൂടെ അവർക്ക് ഏറെ ആനന്ദം ലഭിക്കുന്നുണ്ട്. ഇത് തടയുന്നത് ശരിയല്ല. അങ്ങനെ തടയുന്നതിലൂടെ കുട്ടികൾക്ക് വലിയ സങ്കടവും ഉണ്ടാവും. കേശവ് ऐसा सपना क्यों देखता होगा? കേശവ് അങ്ങനെ സ്വപ്നം കാണുന്നത് എന്തുകൊണ്ടാവും? केशव नई कॉलोनी के बच्चों के साथ क्रिकेट खेलना बहुत चाहता है, लेकिन बच्चे उसे खेलने का अवसर नहीं देता. वह चुपचाप नीम के पेड़ की छाया में बैठता है. वह बच्चों की मदद करता है. उनके मन में क्रिकेट खेलने की बहुत इच्छा है, इसलिए केशव ऐसा सपना देखता होगा. കേശവ് പുതിയ കോളനിയിലെ കുട്ടികളുടെ കൂടെ ക്രിക്കറ്റ് കളിക്കാൻ ഏറെ ആഗ്രഹിക്കുന്നു. എന്നാൽ കുട്ടികൾ അവനെ കളിക്കാൻ അവസരം നൽകുന്നില്ല. അവൻ മിണ്ടാതെ വേപ്പുമരത്തിൻ്റെ തണലിൽ ഇരിക്കുകയാണ്. കുട്ടികൾക്ക് അവൻ സഹായങ്ങൾ ചെയ്യുന്നുണ്ട്. ക്രിക്കറ്റ് കളിക്കാനുള്ള അതിയായ ആഗ്രഹം കൊണ്ടായിരിക്കാം അവൻ ഇങ്ങനെ സ്വപ്നം കാണുന്നത്. ചലോ യാർ കാം ബൻ ഗയാ, ക്യോം ലഡുക്കോം കാ യഹ് വ്യവഹാർ ഉചിത് ഹേ ക്യോം? വരൂ കൂട്ടുകാരെ, കാര്യം നടന്നു. കുട്ടികളുടെ ഈ പെരുമാറ്റം ഉചിതമാണോ? ബച്ചോക്കെ യഹ് വ്യവഹാർ ബിൽക്കുൽ ഉചിത് നിഹി. തിമഞ്ചിലെ ഇമാരത്തെ കെ പീछे ही हिलती चली से चढ़कर छत से गेंद लेकर आना मुश्किल था. केशव हिम्मत के साथ इमारत पर चढ़ने के लिए तैयार हो गया. केशव के साथ ऐसा व्यवहार करना बिल्कुल गलत है. उपयोग करो और फेंको दो, यह नीति अच्छी नहीं है. കുട്ടികളുടെ ഈ പെരുമാറ്റം തികച്ചും ഉചിതമല്ല. 3 നില കെട്ടിടത്തിൻ്റെ പിറകിലെ ഇളകിയാടുന്ന പ്ലാറ്റ്ഫോമിൽ കയറി ടെറസിൽ നിന്നും പന്തെടുക്കുക എന്നത് ബുദ്ധിമുട്ട് ആയിരുന്നു.
കേശവ് ധൈര്യത്തോടെ കെട്ടിടത്തിൻ്റെ മുകളിൽ കയറാൻ തയ്യാറായി. കേശവിനോട് ഇത്തരത്തിൽ പെരുമാറുന്നത് തെറ്റാണ്. യൂസ് ആൻഡ് ത്രോ എന്ന രീതി ശരിയല്ല. यहाँ केशव के प्रति लड़कों की मनोवृत्ति में आया परिवर्तन കിസ്കി ഓർ സങ്കേത് കർത്താ ഹേ. ഇവിടെ കുട്ടികൾക്ക് കേശവിനോടുള്ള മനോഭാവത്തിലെ മാറ്റം എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? दुर्घटना होने पर केशव के प्रति लड़कों की मनोवृत्ति में अच्छा परिवर्तन आया था. उन्होंने अस्पताल जाकर केशव से मिलने के लिए तय किया था. केशव के ढेरे के पास ऑटो आकर गड़ा हुआ तो बच्चों ने एक लड़के को अकेला चुपचाप जाकर केशव के बारे में खबर लाने के लिए तैयार किया. अब लड़कों के मन में केशव के प्रति प्यार और सहानुभूति है. ये बच्चों के मन में भलाई का संकेत है. അപകടം നടന്ന ശേഷം കേശവിനോടുള്ള കുട്ടികളുടെ മനോഭാവത്തിൽ വലിയ മാറ്റമുണ്ടായി. അവർ ആശുപത്രിയിൽ ചെന്ന് അവനെ കാണാൻ തീരുമാനിച്ചു. കേശവിൻ്റെ താവളത്തിന് മുന്നിൽ ഓട്ടോ വന്നു നിന്നപ്പോൾ കേശവിൻ്റെ ക്ഷേമം തിരക്കുവാൻ ഒരു കുട്ടിയെ അയച്ചു. അപ്പോൾ അവരുടെ മനസ്സിൽ കേശവിനോട് സ്നേഹവും സഹാനുഭൂതിയുമാണ്. ഇത് തികച്ചും അവരുടെ മനസ്സിൻ്റെ നന്മയെയാണ് സൂചിപ്പിക്കുന്നത്.